ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മാഞ്ഞാലി ബിരിയാണിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, സോൾട്ട് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അരി എടുത്ത് കഴുകി സോക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. റൈസിനും മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കാഷ്യൂ, കിസ്മിസ്, കറി ലീവ്സ് ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്ത് നമുക്ക് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ചിക്കൻ്റെ സ്റ്റോക്കിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കൻ നമുക്കിനി കോരി മാറ്റി വെക്കാം. ഈ ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിലും അതിലേക്ക് തന്നെ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, അതുപോലെ തന്നെ ജീരകം ആഡ് ചെയ്യണം. ഞാനിവിടെ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഗീയും ഓയിലും നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച സ്പൈസസും ഒനിയനും കൂടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പകുതി ക്യാരറ്റ് കൂടി ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ എടുത്തു വെച്ച ചിക്കൻ സ്റ്റോക്കിന്റെ പകുതി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും നമുക്കിതിൽ ആഡ് ചെയ്യാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന റൈസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയനും കിസ്മിസും കാഷ്യൂസും കറി ലീവ്സും ഒക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ക്യാരറ്റും കൂടി ആഡ് ചെയ്യാം. നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് ബിരിയാണി എസൻസ് കൂടി ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് ദം ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചത് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറി ലീവ്സ് ഇട്ട് അതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നമുക്ക് വേഗത്തിൽ തന്നെ നന്നായിട്ട് വാടി കിട്ടും. നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ നമുക്ക് ചൂടാക്കി എടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ബിരിയാണി മസാല, ചിക്കൻ മസാല ഒക്കെ നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു പച്ചമണം മാറുന്നവരെ. വാടി കിട്ടിയ സവാളയിലേക്ക് നമുക്ക് തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച മസാല എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാല എല്ലാം ഇട്ട് നല്ലോണം ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ച ചിക്കൻ സ്റ്റോക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയും ചിക്കനും കൂടി മസാലയിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയിലേക്ക് നമുക്ക് കുറച്ച് കേടും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമ്മുടെ മസാല മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള മഞ്ഞാലി ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി കൂടിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.